In an accident, a truck has killed 4 schoolgirls. That's the information that we have coming in right now. The truck was, as far as initial information is concerned. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള റോഡ് ആക്സിഡൻറ്റ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. 4 സ്കൂൾ ഗേൾസ്, 4 സ്കൂൾ പെൺകുട്ടികൾ വേർ കിൽഡ്, കൊല്ലപ്പെട്ടു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇത് വേർ കിൽഡ് എന്ന് വായിക്കണം. 4 സ്കൂൾ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. ആഫ്റ്റർ, അതിനെ തുടർന്ന് സ്പീഡിംഗ് സിമെൻറ്റ് ലോറി ലൂസസ് കൺട്രോൾ. സ്പീഡിംഗ് സിമെൻറ്റ് ലോറി എന്നാൽ വേഗതയിൽ വരുന്ന സിമെൻറ്റ് ലോറി. ലൂസസ് കൺട്രോൾ, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ആഫ്റ്റർ എന്നാൽ അതിനെ തുടർന്ന്, ആ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. ഓൺ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ. ഈ റോഡിലാണ് സംഭവം. ഇതിനിടയിലുള്ള വഴിയിലാണ് ഈ അപകടം ഉണ്ടായത്. ഒരു വേഗതയിൽ വരുന്ന സിമെൻറ്റ് ലോറി, അതിൻ്റെ നിയന്ത്രണം ആ ലോറിക്ക് നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് ആണ് ഈ അപകടം ഉണ്ടായത്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് സംഭവം. പാലക്കാട്, ഡിസംബർ 12. ഇൻ എ ട്രാജിക് ആക്സിഡൻറ്റ്. ഒരു പരിതാപകരമായ അപകടത്തിൽ, ഒരു ദുരന്തപൂർണമായിട്ടുള്ള അപകടത്തിൽ 4 സ്കൂൾ ഗേൾസ്, 4 സ്കൂൾ പെൺകുട്ടികൾ, സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 8, ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ, വേർ കിൽഡ്, കൊല്ലപ്പെട്ടു. ആഫ്റ്റർ, അതിനെ തുടർന്ന് എ സ്പീഡിംഗ് ലോറി, ഒരു വേഗതയിൽ വരികയായിരുന്ന ലോറി, ലെയ്ഡൻ വിത്ത് സിമെൻറ്റ്. ലെയ്ഡൻ വിത്ത് എന്നാൽ നിറയെ എന്നുള്ള അർത്ഥമാണ്. ലെയ്ഡൻ എന്നാൽ ഭാരമേന്തിയ, ചരക്കു കയറ്റിയ, ഇതൊക്കെയാണ് അർത്ഥം. കനത്ത ഭാരം കയറ്റിയ. ലെയ്ഡൻ വിത്ത് സിമെൻറ്റ് ബാഗ്സ്, സിമെൻറ്റ് ബാഗുകൾ കയറ്റിയിട്ടുള്ള ലോറിയാണ്. ആ ലോറി ഓവർടേൺഡ് എന്നാൽ മറിഞ്ഞു. ഓൺ ടു ദം, ആ കുട്ടികൾക്ക് മേൽക്ക്. ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് സംഭവം. ഇൻ കോഴിക്കോട്, ഇൻ കല്ലടിക്കോട് എന്ന പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഓൺ ദ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലെ അതിനിടയിലുള്ള ഒരു സ്ഥലമാണിത്. അവിടെയാണ് വ്യാഴാഴ്ച ഈ സംഭവം, ഈ അപകടം ഉണ്ടായത്. ഈ വേഗതയിൽ വരികയായിരുന്ന സിമെൻറ്റ് കയറ്റിയ ലോറി അവരുടെ മേൽക്ക് വീണു. ദ 4 ഗേൾസ്, 4 പെൺകുട്ടികൾ, വേർ വാക്കിംഗ്, നടന്നു പോകുകയായിരുന്നു. ഓൺ ദ പേവ്മെൻറ്റ് എന്നാൽ നടപ്പാതയിലൂടെ ആ 4 പെൺകുട്ടികൾ നടന്നു പോകുകയായിരുന്നു. ഓൺ ദയർ വേ ബാക്ക് ഹോം, അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. ആ വഴിയിലായിരുന്നു. വെൻ, ആ സമയത്ത്, ദേ ഗോട്ട് ട്രാപ്ഡ്, അവർ അകപ്പെട്ടു. അണ്ടർ ദ ലോറി അറ്റ് അറൗണ്ട് 4:15 PM, ഏകദേശം വൈകുന്നേരം 4:15 മണി സമയത്ത്. ആ സമയത്ത് അവർ ആ ലോറിക്ക് അടിയിൽ അകപ്പെട്ടു. അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. അവർ ആ നടപ്പാതയിലൂടെ നടന്നു പോകുകയായിരുന്നു. ആ സമയത്താണ് സംഭവം. ദ ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ എന്നുള്ള അർത്ഥമാണ്. ദ ഡിസീസ്ഡ് വേർ ഐഡൻറ്റിഫൈഡ്, മരിച്ചുപോയ വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ആസ് ഇർഫാന, മിത, റീദ ആൻഡ് ആയിഷ. ഈ പേരുള്ള 4 പെൺകുട്ടികളാണ് മരണപ്പെട്ടത്. 1 സ്റ്റുഡൻറ്റ് വാസ് ഫോർച്യൂണേറ്റ് ടു ഹാവ് എസ്കേപ്ഡ് അൺഹേർട്ട്. ഒരു വിദ്യാർത്ഥി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അൺഹേർട്ട് എന്നാൽ പരിക്കേൽക്കാതെ എന്നുള്ള അർത്ഥമാണ്. ഭാഗ്യം കൊണ്ട് ഒരു പെൺകുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആയതിനാൽ, ആസ് ഷീ മാനേജ്ഡ് ടു മൂവ് ഔട്ട് ക്വിക്ക്ലി, പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിച്ചു. അതുകൊണ്ട് കഷ്ടിച്ച പെൺകുട്ടിക്ക് അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. ആയതുകൊണ്ട് ആ പെൺകുട്ടി, ആ ഒരു വിദ്യാർത്ഥി ഭാഗ്യം കൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈൽ, അതേസമയം
ദി അതർ 4 ഗോട്ട് ട്രാപ്ഡ് അണ്ടർ ദ ലോറി. അതേസമയം മറ്റുള്ള 4 കുട്ടികൾ ആ ലോറിക്കടിയിൽ അകപ്പെട്ടു. കോമളകുമാരി എ മെമ്പർ ഓഫ് ദ ലോക്കൽ പഞ്ചായത്ത്. ലോക്കൽ പഞ്ചായത്തിലെ ഒരു മെമ്പറായിട്ടുള്ള കോമളകുമാരി പറഞ്ഞു, ദി ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ്. ഈ അപകടം സംഭവിച്ചത് അറ്റ് കല്ലടിക്കോട് നിയർ ദ കരിമ്പു ഹയർ സെക്കൻഡറി സ്കൂൾ. കരിമ്പു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് വച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ കോമളകുമാരി പറഞ്ഞു. വേർ ദ 4 ഗേൾസ് സ്റ്റഡീഡ്. ആ 4 പെൺകുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളാണിത്. ആ സ്കൂളിന് അടുത്ത് വച്ചാണ്, അടുത്തുള്ള സ്ഥലമാണ് ഈ കല്ലടിക്കോട്. അവിടെ ആണ് ഈ അപകടം സംഭവിച്ചത്. ദ റെസ്ക്യൂ വെഹിക്കിൾ ഡ്രൈവർ. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഡ്രൈവർ പറഞ്ഞു, അതായത് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ ലോറി അവിടെ നിന്ന് മാറ്റുന്ന ഡ്രൈവർ പറഞ്ഞു, ദ 4 ഗേൾസ് വേർ ഓൾ ട്രാപ്ഡ് അണ്ടർ ദ ലോറി ദാറ്റ് ലോസ് കൺട്രോൾ ആൻഡ് ഓവർടേൺഡ്. ദ 4 ഗേൾസ് വേർ ഓൾ ട്രാപ്ഡ്. ആ എല്ലാ 4 പെൺകുട്ടികളും അകപ്പെട്ടു. അണ്ടർ ദ ലോറി, ലോറിക്കടിയിൽ അകപ്പെട്ടു. ദാറ്റ് ലോസ് കൺട്രോൾ ആൻഡ് ഓവർടേൺഡ്. ആ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ ആ ലോറിക്ക് അടിയിൽ എല്ലാ 4 പെൺകുട്ടികളും അകപ്പെട്ടിട്ടുണ്ട്. ശാന്തകുമാരി ദ ലോക്കൽ ലെജിസ്ലേറ്റർ. ലോക്കൽ നിയമസഭാ അംഗമായിട്ടുള്ള ശാന്തകുമാരി പറഞ്ഞു, ഷീ ഗോട്ട് ഇൻഫോർമേഷൻ. അവൾക്ക് വിവരം ലഭിച്ചു. എബൌട്ട് ദി ആക്സിഡൻറ്റ് ആൻഡ് ദ ഡെത്ത്സ്. ഈ അപകടത്തെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും അവൾക്ക് വിവരം ലഭിച്ചു. ഷീ അവൾ പറഞ്ഞു, ദാറ്റ് ഷീ വാസ് റഷിംഗ് ടു ദ ആക്സിഡൻറ്റ് സ്പോട്ട്. ഈ അപകട സ്ഥലത്തേക്ക് അവൾ തിടുക്കത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ഫയർ ഫോഴ്സ് ആൻഡ് പോലീസ് മെയ്ഡ് എഫേർട്സ് ടു ലിഫ്റ്റ് ദ സിമെൻറ്റ് ലേഡൻ ലോറി വിച്ച് ഓവർടേൺഡ്, സെഡ് ശാന്തകുമാരി. ദ ഫയർ ഫോഴ്സ് ആൻഡ് ദ പോലീസ്. ഫയർഫോഴ്സും പോലീസും മെയ്ഡ് എഫേർട്സ് കഠിനമായിട്ട് പ്രയത്നിച്ചു, പരിശ്രമിച്ചു, ടു ലിഫ്റ്റ് ഉയർത്താൻ വേണ്ടി, ദ സിമെൻറ്റ് ലേഡൻ ലോറി. ഈ സിമെൻറ്റ് കയറ്റിയിട്ടുള്ള ലോറി ഉയർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. വിച്ച് ഓവർടേൺഡ്. ആ മറിഞ്ഞ സിമെൻറ്റ് കയറ്റിയിട്ടുള്ള ആ മറിഞ്ഞിട്ടുള്ള ലോറി ഉയർത്താൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സും പോലീസും പരിശ്രമിച്ചു. സെഡ് ശാന്തകുമാരി. ശാന്തകുമാരി പറഞ്ഞു. ആൻ ഐ വിറ്റ്നസ്. ഒരു ദൃക്സാക്ഷി പറഞ്ഞു, ദ ലോറി വാസ് പ്ലേയിങ് അറ്റ് എ ഹൈ സ്പീഡ്. ആ ലോറി ഹൈ സ്പീഡിലായിരുന്നു, വളരെയധികം വേഗതയിലായിരുന്നു. ആൻഡ് ദി ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. ഈ അപകടം സംഭവിച്ചത് അറ്റ് എ സ്പോട്ട്, ഒരു സ്ഥലത്താണ്. എന്ത് സ്ഥലമാണ്? വിച്ച് ഈസ് എൻ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ. സാധാരണയായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത്. ആ ലോറി അമിത വേഗതയിലായിരുന്നു, ഒരു ദൃക്സാക്ഷി പറഞ്ഞു. ദ സ്കൂൾ സ്റ്റുഡൻസ് നമ്പറിംഗ് 5 of them were walking back from the school to their homes when the gruesome incident took place. ഈ 5 പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ walking നടക്കുകയായിരുന്നു, ബാക്ക് ഫ്രം ദ സ്കൂളിൽ നിന്നും തിരിച്ച് പോകുകയായിരുന്നു, ഓൺ ദെയർ ഹോംസ് അവരുടെ വീട്ടിലേക്ക്. വെൻ ആ സമയത്ത്, ദ ഗ്രൂസം ഇൻസിഡൻറ്റ്. ഗ്രൂസം എന്നാൽ ഭയാനകമായ എന്നുള്ള അർത്ഥമാണ്. ഈ ഭയാനകമായിട്ടുള്ള സംഭവം ടുക്ക് പ്ലേസ് സംഭവിച്ചത്. ആ സമയത്താണ് ഈ ഭയാനകമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ആ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു. സെഡ് ദ ഐ വിറ്റ്നസ്. ദൃക്സാക്ഷി പറഞ്ഞു. ദ ലോറി ഡ്രൈവർ ആൻഡ് ഹിസ് അസിസ്റ്റൻറ്റ്. ആ ലോറി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ സഹായിയും ഓൾസോ ഹാവ് ബീൻ ഇൻജുവേർഡ് ആൻഡ് ബോത്ത് ഓഫ് ദം വേർ അണ്ടർ ട്രീറ്റ്മെൻറ്റ്. ആ ലോറി ഡ്രൈവർക്കും അദ്ദേഹത്തിൻ്റെ സഹായിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ 2 പേരും ചികിത്സയിലാണ്. ബട്ട് ദെയർ ഇഞ്ചുറീസ് വേർ നോട്ട് സീരിയസ്. പക്ഷെ അവരുടെ പരിക്ക് ഗുരുതരമല്ല, അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. മീൻവൈൽ, അതേസമയം, ആംഗ്രി ലോക്കൽസ്, കുപിതരായ നാട്ടുകാർ, രോഷാകുലരായ നാട്ടുകാർ. ലോക്കൽസ് എന്നാൽ നാട്ടുകാർ. ആംഗ്രി ലോക്കൽസ്, കുപിതരായ നാട്ടുകാർ, എക്സ്പ്രസ്ഡ് പ്രകടിപ്പിച്ചു, ദയർ അയർ എന്നാൽ കോപം എന്നുള്ള അർത്ഥമാണ്, രോഷം. അതേസമയം ആ രോഷാകുലരായിട്ടുള്ള നാട്ടുകാർ അവരുടെ രോഷം
പ്രകടിപ്പിച്ചു ബൈ ബ്ലോക്കിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ദ മെയിൻ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് അറ്റ് ദ ആക്സിഡൻറ്റ് സൈറ്റ് ആ അപകടമുണ്ടായിട്ടുള്ള സ്ഥലത്ത് മെയിൻ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് രോഷാകുലരായിട്ടുള്ള നാട്ടുകാർ അവരുടെ രോഷം പ്രകടിപ്പിച്ചു. അയർ എന്നാൽ രോഷം, ബ്ലോക്കിംഗ് എന്നാൽ തടസ്സപ്പെടുത്തിക്കൊണ്ട്. ന്യൂമറസ് സിമെൻറ്റ് ബാഗ്സ് വേർ സീൻ അറ്റ് ദി ആക്സിഡൻറ്റ് സ്പോട്ട്. ന്യൂമറസ് എന്നാൽ അനേകം എന്നുള്ള അർത്ഥമാണ്. ന്യൂമറസ് സിമെൻറ്റ് ബാഗ്സ് അനേകം സിമെൻറ്റ് ബാഗുകൾ വേർ സീൻ കാണപ്പെട്ടു അറ്റ് ദി ആക്സിഡൻറ്റ് സ്പോട്ട് ആ അപകടം നടന്ന സ്ഥലത്ത് അനേകം സിമെൻറ്റ് ബാഗുകൾ കാണപ്പെട്ടു. ഡീറ്റെയിൽസ് വേർ അവൈറ്റഡ് അതായത് വിശദ വിവരങ്ങൾക്ക് കാത്തിരിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ലഭ്യമായിട്ടില്ല. ഫേർദർ ഇൻവെസ്റ്റിഗേഷൻസ് വേർ അണ്ടർവേ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിലാണ്. ഡീറ്റെയിൽസ് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല.